എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അവിടെ ഇന്നാണ് ആ ദിവസം, ഇന്നാണ് എല്ലാവരും കൂടുന്ന ഒരു നോമ്പ് തുറ, സമൂഹ നോമ്പ് തുറ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു അടിപൊളി വീഡിയോസാണ്. കുറേ കാലത്തിന് ശേഷം മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ എല്ലാവരും കൂടിയാണ്ട് ഒരു നോമ്പ് തുറക്കുന്നൊരു സമൂഹ നോമ്പ് തുറ. അതിൽ പലരും കുറേ ആൾക്കാർ അതിൽ സംബന്ധിക്കുന്നുണ്ട് കേട്ടോ. പാപ്പ, അമ്മ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒന്നിച്ച് കിട്ടുകയാണ്. എന്നാൽ തന്നെ കുറേ ആൾക്കാർ വരൂലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ വന്നിങ്ങനെ, ആരൊക്കെ വരാത്തവരൊക്കെ ആരൊക്കെ ഉണ്ടെന്ന് എല്ലാവരും നോക്കാൻ വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി വീഡിയോസാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഒക്കെ വീഡിയോയിലൂടെ ഇനി നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഓക്കെ. അപ്പം ഉമ്മാൻ്റെ കൂടിയിലെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ലേറ്റ് കൊണ്ടൊക്കെ അലങ്കി വെച്ചാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് കുറേ പെങ്ങന്മാരും പേരക്കുട്ടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വരാൻ കുറച്ച് അല്പം വൈകി. എന്താ വെച്ചാൽ നമ്മളെ ഏർപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ അതിന് കുറച്ച് സ്വല്പം വൈകിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വെച്ചാൽ നമ്മളെ സ്വീകരിക്കാണ് പൂച്ചെണ്ടുകളും ചെണ്ടും മാലയും ഹാരമായിട്ടൊന്നും ആരും വന്നിട്ടൊന്നും. ഇതൊരു നമ്മളെ മൂത്താപ്പയാണ്, വലിയ മരുമകനാണ്. പിന്നെ എൻ്റെ വാപ്പ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞാൽ വരും. പിന്നെ ഇതാണ് വലിയ കുടുംബനാഥൻ. ഇത് അമ്മാൻ്റെ മകന്, ഇത് പെങ്ങളെ കുട്ടി. പിന്നെ എങ്ങനെ അകത്ത് കയറുകയാണ് ഓരോരുത്തരെങ്ങനെ. മൂത്തമ്മാൻ്റെ ഒരു മകളും മരുമകളും, ഇതിൻ്റെ പെണ്ണുങ്ങൾ, പിന്നെ എങ്ങനെ അമ്മ അളയമ്മ, എൻ്റെ അമ്മ, പെങ്ങള്, ഇതിൻ്റെ പെങ്ങള്, ചെറിയ പെങ്ങള്, അമ്മായി, പിന്നെ മൂത്തമ്മാൻ്റെ പേരക്കുട്ടികൾ, അമ്മായിൻ്റെ മകള്. ഇതാണ് വല്യമ്മക്ക് ഇപ്പം ഇതിൻ്റെ അടിയിലൊന്നും സുഖമില്ലാതായി. ഒന്ന് രാത്രി പെട്ടെന്ന് നീച്ച പോന്നും പോകും. അതിൻ്റെ ഇടയിൽ അപ്പോൾ കാലിനൊരു എല്ല് കമ്പിയൊക്കെ ഇടേണ്ടെങ്കിൽ ഒരു ഗതികൾ വന്നു. പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, റാത്താണ്. ഇൻഷാല്ലാ. ഇതിൻ്റെ അമ്മയാണ്. പിന്നെ അങ്ങനെ പോകുന്ന അടുക്കളയിൽ വന്നു. ഇത് പിന്നെ ഇളയമ്മാൻ്റെ കുട്ടി, ഇതൊരു മുത്തമ്മ. അങ്ങനെ മൂത്തമ്മാൻ്റെ മരുക്കള്, അമ്മായി, അമ്മായിൻ്റെ മകള്, ചെറിയ അമ്മായി, അമ്മാൻ്റെ പെണ്ണുങ്ങൾ, ഇത് അമ്മാൻ്റെ പെണ്ണുങ്ങൾ, അമ്മാൻ്റെ പേരക്കുട്ടികൾ, ഇത് പെങ്ങളെ കുട്ടി. അപ്പോൾ അതവിടെ ആ ഭാഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചൊക്കെ റെഡിയായി ഇങ്ങനെ പേരക്കുട്ടികളൊക്കെ റെഡിയായി ഇങ്ങനെ ഇറങ്ങിയിരിക്കണേ. ഇതൊരു അമ്മോന് കുറച്ച് വരാൻ സമയം വൈകിയിട്ടുണ്ട്. അത് മൂത്തമ്മാൻ്റെ മകന്. ഞാൻ ആ മൂപ്പരപ്പാണ് ഞാൻ ആന്ധ്രയിലൊക്കെ പോകല്. ഇത് പിന്നെ വേറെ അമ്മായിൻ്റെ മകനും മരുമോനും, അങ്ങനെ പേരക്കുട്ടികളും. സംഗതി ഇങ്ങനെ എല്ലാതൊക്കെ റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉള്ളിവട, പൊക്കവട, സമൂസ, കട്ട്ലേറ്റ്, അങ്ങനത്തെ ഉള്ള സംഗതികളൊക്കെ ഉണ്ട്. കട്ട്ലേറ്റ് എന്തൊക്കെയുള്ളതെന്ന് ഏതായാലും അറിയില്ല. ഏതായാലും നോക്കട്ടെ. ഏതായാലും ഇങ്ങനെ സംഗതികൾ വരട്ടെ. അപ്പോൾ എല്ലാവരും ടേബിളൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് ഒക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ നോമ്പ് തുറന്ന കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എത്തിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ നമ്മളെ നാട്ടുകാർ തന്നെയാണ്. വണ്ടിയിൽ ഇറക്കി. ഇത് വലിയ മൂത്താപ്പണി, നേരത്തെ പത്തല്ല വലിയ മരുവന് കുറേ കറക്കി ഇങ്ങനെ കൊണ്ടിറക്കണം. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ വെള്ളമൊക്കെ ഏകദേശം ഭാഗം കൊടുക്കേണ്ട സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡിയായി പേപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ. അതിൻ്റെ വാപ്പയാണ്, ഇത് മോനാണ്, ഇത് അമ്മാനത്താണ്, ഇളയമ്മാൻ്റെ മകനാണ്. ഒക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ റെഡിയാക്കി ഇങ്ങനെ. അപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട ഏകദേശം 6 സമയത്ത് എൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ബത്തക്ക, മുന്തിരി, പൈനാപ്പിള്, പൊക്കവട, സമൂസ, അതൊക്കെയാണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ. ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഏകദേശം ഇനി ഒരു 5 മിനിറ്റ് സമയമുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇരുന്ന്, ഫാമിലികളെല്ലാവരും ഇരുന്ന്. കൂടുതലാളൊക്കെ നാട്ടുകാർ തന്നെയാണ്, നാട്ടുകാരാണ്, ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഒക്കെ ഉള്ളത്. ചുറ്റുവട്ടത്ത് പറഞ്ഞാൽ 1-2 ആൾക്കാരുള്ളൂ. അത് നമ്മളെ കുടുംബം തന്നെയാണ്.
ലൈറ്റ് എടുപ്പോൾ എന്താ ഭംഗി കാണാൻ, അടിപൊളിയല്ലേ. ഇതാ പിന്നെ തറവാട് ഏകദേശം ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഓടിട്ട വീടാണ്. ഉള്ളൊക്കെ വലിയ ഇന്നത്തെ മാതിരിലെ മൊസൈക്കും മാർബിളും ഇതൊന്നല്ല. പിന്നെ വാങ്ങി കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളൊരു മുഖം ഇങ്ങനെ കാണിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സെൽഫി ആക്കി ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് വല്യാപ്പ. അപ്പം ഇനി എല്ലാവരും മുഖം ഒന്നിങ്ങനെ ഒന്നും കണ്ടു നോക്കാം നമുക്ക്, ആരൊക്കെ വന്നിക്കണം, ആരൊക്കെ. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, എന്താണ് ഒരു എന്നേക്കും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ്. അല്ലാതെ ഇതിലൊന്നും ഇപ്പോൾ ഒരു വലിയ കയമ്പും കാര്യങ്ങളും ഉണ്ടോ ഇല്ല എനിക്കറിയില്ല. എങ്കിലും കുറേ കാലം കഴിഞ്ഞാൽ മറ്റേ ഇതിൽ പറഞ്ഞമാതിരി കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഓർത്ത് വെക്കാനൊരു എന്താ പറയുക, വളരെ ഒരു അപൂർവം നിമിഷങ്ങളായി കാരണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് എടുത്ത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറേ ആൾക്കാർ വരാത്തതുണ്ട് കേട്ടോ, പേരക്കുട്ടികളും മക്കളും മക്കളൊക്കെ വരാത്തതുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ ഇത് കാണാനും അവർക്കൊരു നല്ലൊരു എന്താ പറയുക, ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്, ഓൽക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ആൾക്കാർ ചെയ്ത്, ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്തെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. അപ്പോൾ നോമ്പൊക്കെ തോന്നും, ഇവലൊക്കെ നോമ്പ് തുറക്കുന്നുണ്ട്. എല്ലാവരും നോമ്പ് തുറന്ന് കാണില്ല. ഓക്കെ, ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു, എല്ലാവരും നീച്ചു പോകാൻ തുടങ്ങി. എല്ലാവരും നോമ്പ് തുറന്നിട്ടോ. ബാങ്ക് കൊടുത്തു. പിന്നെ അതിൻ്റെ അടിയിൽ ഇപ്പം ഞാൻ അതിൻ്റെ അടിയിൽ അവിടെ ഇരുന്നാണ് ഞാനും നോമ്പ് തുറന്നാണ്ട്. പിന്നെ നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ആ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല, നോമ്പ് തുറക്കണമെന്നും. ഇത് പിന്നെ നമ്മളെ മുത്തമ്മേൻ്റെ പേരക്കുട്ടികളാണ്, ഓലൊക്കെ ഇടുന്ന പ്ലേറ്റൊക്കെ കാലിയാക്കി. ഇരുട്ടായപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും ഇതേമാതിരിയുള്ള മാല ബൾബൊക്കെ തൂക്കിയാണ് വൈബാക്കണ ഒരു സമയമാണല്ലോ. ഇതാണ് വല്യമ്മ കുളിച്ചതേ. പൈപ്പ് പറഞ്ഞ മായ എങ്ങനെ വെച്ചു അങ്ങനത്തത് ഇവിടെ ആവുന്നില്ലല്ലോ. ബത്തക്കണ്ടേ, പൈനാപ്പിളോ അതും വേണ്ട, ജ്യൂസോ മുന്തിരി ഒന്നും വേണ്ട, മുന്തിരി ജ്യൂസൊന്നും വേണ്ട. അങ്ങനെയല്ലേ കുട്ടികളെ നീപ്പിച്ചാൻ പറ്റൂലേ. പോയിട്ടോ ഞാൻ മരടിക്ക് പോലെ കുറുക്കണ്ടാവൂട്ടാ, എനിക്കറിയില്ല, ജന പറയും ബാക്കി. പുറത്തുകൊണ്ട് ആരാ കോൺസെൻട്രേഷൻ പോയതാണ്. സാധനങ്ങളൊക്കെ അല്ലേ തൈര്. അപ്പോൾ ആണുങ്ങളൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾ കൂടുതലൊന്നും ഇല്ല കേട്ടോ. ഉള്ള ആൾക്കാരൊക്കെ നിസ്കരിച്ചാൻ പോയി. നമ്മളവിടെ സപ്ലൈക്കും അതിന് സഹായത്തിനൊക്കെ നിന്നുണ്ട് ഒക്കെ നിസ്കരിച്ചാൻ പോയി കണ്ടൊക്കെ വന്നു. ആ സമയത്ത് നമ്മൾ ടേബിളിലൊക്കെ ചോറൊക്കെ വെച്ച് ആൾക്കാർ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ ആണുങ്ങളൊക്കെ. അതിൻ്റെ അടിയിൽ നമ്മൾ ഇരുന്നാണ്, നമ്മൾ ഇരിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല, വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ബാക്കിയുള്ള ആണുങ്ങളൊക്കെ ഇനി പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇരുത്തി എങ്ങനെയുണ്ട് ടേബിളാണ് ഫുള്ളാക്കി. പിന്നെ ലാസ്റ്റ് പെരക്കാർ ഒന്നാഴ്ച ഒറ്റ ഇരുന്നു. പിന്നെയാണ് പരിപാടികൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ അടിയിൽ തൈരിൻ്റെ പാത്രം കാണിച്ചതാണ്. തൈരിൻ്റെ പാത്രം ഏതൊക്കെ സൂപ്പർ ക്വാളിറ്റിയാറാണ് കാണിച്ചത്, അതിലൊന്നുമില്ല. ഇത് പിന്നെ ആണുങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ പെണ്ണുങ്ങളാണ് ഇരിക്കൽ തുടങ്ങിയത്. ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഒരു വമ്പം കിടിലം പരിപാടിയുണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം എന്താണെന്ന്. ഇതിൻ്റെ ഇടയിൽ അമ്മമാരും മറ്റവരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
തിന്ന് 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 എത്താ പറയാ. മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സസ്പെൻസ് ഉണ്ട്, ഒരു വമ്പൻ സസ്പെൻസ് ഉണ്ട്, കിടിലൻ പരിപാടി. ആ ഇതാണ് ഈ വീഡിയോൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. ഇതാണ് പരിപാടി. സോഡയും അച്ചാറും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒരു പുൽക്ക് സർവത്ത് ഒരു പുൽക്ക് സർവത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അടിച്ച് പിരിയാണ്, കുടിച്ച് മറിച്ചാണ്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കുടിച്ചോൽക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ എന്താണ് ടേസ്റ്റ്. കുറേ പറ്റിച്ചിട്ടുണ്ട് ആൾക്കാരെ, കുട്ടികളെ ഉപ്പിട്ട വെള്ളം കൊടുത്തുകൊണ്ട്. ഏതായാലും കണ്ടു നോക്കി, വീഡിയോ കണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു കിടിലൻ വീഡിയോയുമ്പോൾ അടുത്ത ദിവസം വരുമ്പോഴേക്കും സ്റ്റേ ട്യൂൺഡ്.